ഹലോ, അതെ. ഫിലിം സ്റ്റാർ ആനന്ദാണ് സംസാരിക്കുന്നത്. നിങ്ങൾ കാര്യം പറ. ഇത് വലിയ കഷ്ടായല്ലോ. വരുന്ന 5 വർഷത്തേക്ക് എനിക്ക് ഡേറ്റ് ഇല്ലാന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മിസ്റ്റർ. അല്ല പിന്നെ പറഞ്ഞാ മനസ്സിലാവില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? ഒരു സൂപ്പർ സ്റ്റാറിന്റെ വിഷമങ്ങൾ ഇവരെന്താ മനസ്സിലാക്കാത്തെ? എന്തത്? കൊള്ളാലോ. അതെ, ഞാൻ തന്നെ. ഹലോ, ക്ലൗഡ്സ് പ്രൊഡക്ഷൻസ് അല്ലേ? എന്റെ മനസ്സിലായോ? ശബ്ദം തന്നെ മതിയല്ലോ അല്ലേ? ഓക്കെ. ഞാൻ വിളിച്ചത് ഒരു കാര്യം കൺഫേം ചെയ്യാനാണ്. ഞാൻ നിങ്ങളായി കോൺട്രാക്ട് സൈൻ ചെയ്തത് 4 പടങ്ങൾക്കല്ലേ, അല്ലാതെ 5 അല്ലല്ലോ. ഓഹോ, ഓൾറൈറ്റ്. അപ്പോ ഇന്നലെ 1 കോടി രൂപ ആ കറുത്ത പയ്യന്റെ അടുത്ത് കൊടുത്തു വിട്ടത് നിങ്ങളല്ല? ഓ ശ്ശേ. അപ്പൊ അത് ഏത് പടത്തിന്റെ ആയിരിക്കും? അത് ഞങ്ങൾ കൊടുത്തുവിട്ടാടാ. അയ്യോ, ആരോട് എന്റെ ക്ലാസ് എടുത്തത്? എടാ ആനന്ദേ, നീ വലിയ നടനൊക്കെ ആവുമ്പോ ഞങ്ങളെയൊക്കെ മറക്കോടാ. എന്താ റോയിച്ച ഈ പറയുന്നത്? ഇല്ലടോ, താൻ ഞങ്ങളെ മറക്കും. ടോണി, ഒരുപാട് ഫാൻസിനൊക്കെ കൂടെ നീ ബെൻസിലൊക്കെ കേറി ലൈഫ് എൻജോയ് ചെയ്യുമ്പോ നമ്മളെയൊക്കെ ഓർക്കാൻ നിനക്ക് എവിടുന്ന സമയം കിട്ടുക അല്ലേ? അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവര് തിരക്കുണ്ടല്ലേ. ശരിയാ. അങ്ങനെ ഞാൻ നിങ്ങളെ മറക്കുവോ? എന്റെ കഷ്ടകാല സമയത്ത് നിങ്ങളല്ലേ എന്റെ കൂട്ടിനുണ്ടായിരുന്നെ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നേ? പറ റോയിച്ച. ഓ റോയിച്ച, കരയല്ലേ റോയിച്ച, നിങ്ങളെല്ലാവരും എന്തിനാ കരയുന്നത്? പ്ലീസ് കരയല്ലേ റോയിച്ച, പ്ലീസ് കരയല്ലേ റോയിച്ച, പ്ലീസ്. റോയിച്ച വേണ്ട, റോയിച്ച കരയല്ലേ റോയിച്ച. എന്താ റോയിച്ച? റോയിച്ച തളർന്ന ഈ കുട്ടികളെല്ലാം തളർന്നു പോകും. റോയിച്ച ധൈര്യം തരണ്ട. റോസ്ലിൻ, ചിലപ്പോ ഇവർക്കും പറയാം. പേരെന്താ? ആനന്ദ്. ഏജ്? 24. ഇതാണ് സ്ക്രിപ്റ്റ്, പോയി പഠിച്ചോളൂ. റോസ്ലിൻ, ചിലപ്പോ ഇവർക്കും പറയാന്ന്, പിന്നെ ഇവർക്കും പറയണ്ടെന്ന്. അയ്യേ, ഇത്രയുള്ളോ? വെരി സിമ്പിൾ. റോസ്ലിൻ, ചിലപ്പോ അവർക്കും പറയാന്ന്, പിന്നെ ചിലപ്പോ അവർക്കും പറയണ്ടാന്ന്. ഇനി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോ ഒരിക്കലും മറക്കാനാവാത്തൊരു മുറിവ് എൻ്റെ ഉള്ളിൽ ബാക്കി നിൽക്കും. നേരം പുലരുമ്പോ അവർക്കും സന്ധ്യയ്ക്ക് പറയാന്ന്, രാത്രി പുലരുമ്പോ തോന്നും രാവിലെ പറയാന്ന്. മനസ്സിന്റെ തേങ്ങൽ പ്രണയത്തിന്റെ താളമാണല്ലോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് റോസ്ലിൻ. ഐ ലവ് യു റോസ്ലിൻ, ഐ ലവ് യു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മോനെ, നീ പൊളിച്ചടാ. ബാക്കി പറഞ്ഞു വിടണം. നീയാണ് നടൻ, ഇതാണ് ഞാൻ പറഞ്ഞ നടൻ. പറഞ്ഞു വിടല അതിന്. താങ്ക് യു. താങ്ക് യു. ബഡി, ഇതൊന്ന് റീഡ് ചെയ്ത് തരും. ഇംഗ്ലീഷ് മീഡിയം ആണോ? അല്ല ബഡി, മലയാളം അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. ഓ അങ്ങനെ. ടെൻഷൻ ഉണ്ടാ? ഉണ്ട്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? വൈ മാൻ? ഇത് ഡയലോഗായിട്ടും അകത്ത് നടക്കുന്ന സ്ക്രീൻ ടെസ്റ്റ് ആയിട്ടും നീ കാണണ്ട. നമ്മളെങ്ങനെ സാധാരണ പറയോ അതുമാതിരി അങ്ങ് പറഞ്ഞാ മതി. ഒന്നുമില്ലെങ്കിൽ നീ ഒരു യോയോ അല്ലടാ. ബാ, ഞാൻ നിനക്ക് ഡയലോഗ് പറഞ്ഞുതരാം. ഇനി വയ്യ പ്രണയത്തിന്റെ എനിക്ക് ആക്ടിങ്, സിംഗിങ്, ഡയറക്ടിങ് പ്രശ്നം ഉണ്ടോ? പനിയല്ലോ.
കുറച്ചും കൂടെ സ്നേഹത്തിൽ പറയാം, റൊമാൻറ്റിക് ആയിട്ട്. ആക്ഷൻ. I love you, Muslim. ആനന്ദ് അല്ലേ? അതെ സർ. ഡയലോഗ് പഠിച്ചോ? സർ. തുടങ്ങാം. റെഡി? ആ സർ. റോൾ ക്യാമറ, ആക്ഷൻ. റോസ്ലിൻ, എനിക്കറിയില്ല, ചിലപ്പോൾ ഓർക്കും പുലരട്ടെന്ന്, പിന്നെ ചിലപ്പോൾ ഓർക്കും സന്ധ്യ പുലരട്ടെന്ന്, മറ്റു ചിലപ്പോൾ ഓർക്കും എന്തെങ്കിലും പുലരട്ടെന്ന്. എനിക്ക് വീണ്ടും അറിയില്ല. ഇനിയും മുറിവുണം കണ്ടിരുന്ന പണിയാവും. പ്രണയത്തിൻ്റെ തേങ്ങൽ മനസ്സിൻ്റെ ഓരോ വിഷമാണല്ലോ. അതുകൊണ്ട് മാത്രമാണ് മസി അല്ല റോസ്ലിൻ, ഐ ലവ് യു, ഐ ലവ് യു. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഡേ പറഞ്ഞു വിടേ അവനൊക്കെ. ഡേയ് പോടേ. സർ, ഒരു ചാൻസും കൂടി. അവനെ ഇറക്കി വിട്. സർ, ഞാൻ ശരിയാക്കാം. പ്ലീസ് സർ, ഒരു ചാൻസും കൂടി. സർ, ഞാൻ ശരിയാക്കാം സർ. ഇങ്ങനെ പുറത്തായ നടന്മാരാണ് യഥാർത്ഥത്തിൽ നടന്മാർ സർ. ടെൻഷൻ കൊണ്ട് പറ്റിയതാ. ഹിപ്പി, നിനക്കും ഇല്ലടാ ടെൻഷൻ? ഒന്നും പറയടാ. അയ്യോ, ഞാൻ സിനിമേന്ന് ഔട്ടായേ. അയ്യോ. എന്തോ മതിയാക്കടാ. എത്ര നേരമാ ഫോണിൽ സംസാരിക്കുന്നത്? നിനക്കൊക്കെ ബോർ അടിക്കൂലേ? ഓക്കെടാ, ശരി. ടേക്ക് റെസ്റ്റ്. ടെൻഷൻ അടിക്കട്ട. ഓക്കെ. എന്താ എൻ്റെ വളർത്തമ്മയ്ക്ക് പ്രശ്നം? അയ്യടാ, ഒരു വളർത്തമ്മ. എവിടെ നിന്ന് നിനക്ക് ഇത്ര എനർജി? എത്ര നേരമാ ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്? എങ്ങനെ എനർജി കിട്ടാതിരിക്കും? കഴിക്കുന്നുണ്ടില്ലേ ചോക്ലേറ്റ്? നിങ്ങൾക്കറിയില്ലേ, അത്ലറ്റ്സും ബോക്സസ് ഒക്കെ എനർജി കിട്ടാനായിട്ട് ചോക്ലേറ്റ് ബാർസ് എപ്പോഴും കഴിക്കാറ്. ശരി രാജാവേ. വാട്ട്? അതല്ലടാ, ഞാൻ ഇതുവരെ നിന്നെ ഒരു ബോയ് ഫ്രണ്ട് വിളിക്കുന്നത് കണ്ടിട്ടില്ല. അല്ല, നിനക്ക് ഈ സിനിമയ്ക്ക് പോകുന്നതോ വെള്ളം അടിക്കുന്നോ അങ്ങനത്തെ ഫ്രണ്ട്സ് ആരും ഇല്ലേടാ? ഉണ്ടല്ലോ. ആര് ആര്? താനിയ, നിഷിത, നിമ്മി. ബെസ്റ്റ്. അതല്ലടാ. മനസ്സിലായി സാറാമേ. ഇപ്പൊ വിളിച്ചത് എൻ്റെ ഒരു ഫ്രണ്ടാ, മനു. അവനും കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ പേഴ്സണൽ പ്രോബ്ലം ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാള് നിന്നോട് വല്ല ഗേൾ ഫ്രണ്ട് പ്രോബ്ലംസ് അല്ലാതെ വല്ല പ്രോബ്ലം ഷെയർ ചെയ്യാൻ പറ്റുവാടാ? എക്സാക്ട്ലി. ഓ, അപ്പോ പ്രശ്നം തന്നെയാണല്ലേ? അത് പോട്ടെ, അവൻ എന്താ പ്രശ്നം? അവന്റെ ഗേൾ ഫ്രണ്ട് അവനെ ഇട്ടിട്ട് പോയി. മണ്ടൻ. അവൻ ഈ റിലേഷൻഷിപ്പ് വലിയ സീരിയസ് ആയിരുന്നു. നല്ല കാര്യമല്ലേ? എന്ത്, അവന്റെ പെണ്ണ് അവനെ ഇട്ടിട്ട് പോയതോ? അതല്ല, റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിരുന്നതേ. അതുകൊണ്ടല്ലേ അവനിപ്പോ ജീവിതം എടുത്ത് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് വീട്ടിയിരിക്കുന്നത്. കഷ്ടം. വെറുതെ അല്ല അവന് ഗേൾഫ്രണ്ട് അവനെ വിട്ടിട്ട് പോയത്. ഇമോഷണൽ ഫൂൾസ്. എനിക്ക് തോന്നുന്നത് എല്ലാത്തിനും കാരണം അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണെന്ന്. തേങ്ങ മാങ്ങ. എന്താ അതിന് കഴിയില്ലേ? പിന്നെന്താ കിട്ടത്? കുടി. മനസ്സിലായടാ, എല്ലാം ശരിയാ. ഇവന് ഭക്ഷണത്തോട് വല്ല ദേഷ്യമുണ്ടോ? ഇല്ല റോയിച്ച, ഞാൻ ഓവറല്ല, പേടിക്കണ്ട. അതല്ലടാ, ഇതെന്താ നീ കള്ള കുടിച്ചാണ് ഓവറാവൻ? ഇതൊന്നകത്തേക്ക് ഏറ്റവും മുമ്പ് നേരത്തെ പറഞ്ഞ കാര്യം മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറയാമോ? ഒരു അവസരല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. എന്താ അതിനുള്ള കഴിവില്ലേ? പിന്നെ സൗന്ദര്യം, അത് ദൈവ ആവശ്യത്തിലധികം തന്നിട്ടുണ്ട്. പിന്നെന്താ കിട്ടാത്തേ?
ഇവനാള് കൊള്ളാലോ. ഇതൊക്കെ ആയിരുന്നല്ലോ ഈ ചെക്കൻ്റെ മനസ്സിലിരിപ്പ്. ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്ന് ഇത്രയും വലിയ തോന്നിയാസം പറയാൻ ഇവൻ എങ്ങനെ കഴിയുന്നെന്റെ കർത്താവേ. പറഞ്ഞോ? ഇല്ല, ഓ. പാവം. ഭക്ഷണം കഴിക്കുന്നത് കണ്ടാലറിയാം നല്ല വിഷമമുണ്ടെന്ന്. മനു, ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഇക്കാലത്ത് ഗേൾ ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ രസം കഴിയുമ്പം അത് ചിലപ്പോ ബ്രേക്കപ്പ് ആവുകയും ചെയ്യും. കുറെ കാലം കഴിഞ്ഞ് നമ്മൾ അവളെ കാണുമ്പം ഇതോത്ത് ചിരിക്കാവുന്നതേ ഉള്ളൂ. അത് നേരം പോക്കുള്ളായിരിക്കുമടാ. ടേക്ക് ഇറ്റ് ഈസി മാൻ. അവക്ക് നമ്മൾ ഇന്ന് വേണ്ടെങ്കിൽ നമുക്ക് അവളെ മിനിഞ്ഞാന്നേ വേണ്ട. ഗുഡ്. ആസ്ക് ഹിം ടു ഡു മെഡിറ്റേഷൻ. അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ വരാൻ പറഞ്ഞാൽ മതി. ഇറ്റ്സ് എ വെരി ഗുഡ് സ്ട്രെസ് ബാസ്റ്റർ. ഒന്ന് പേടിയോ? Okay. അതിനിടയിൽ അവളുടെ ഒരു ഉപദേശം. നിന്റെ എക്സ് ബോയ് ഫ്രണ്ട് എത്തി. എന്താ സാറാമേ, നീ ഉപദേശം നിർത്തിയാ? പോടാ. ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാം. ദേ, നീ വെറുതെ സാരയുടെ കയ്യിൽ നിന്ന് മേടിക്കും. നീ എന്താ ഇവിടെ ഇരിക്കുന്ന? അകത്തേക്ക് വാടാ. ഇല്ല, ഒരാൾ വരും. വെയിറ്റ് ചെയ്യോ? ഇച്ചിരി ബിസിയാ. കേള. പിന്നെ ഹിഷാം നമ്മുടെ സാറയുടെ എക്സ് ബോയ് ഫ്രണ്ടാ. ദൈവമേ, ഇതിനോടും പ്രേമ? ദേ റോയിച്ചൻ. ഹേയ് ഹിഷാം. റോയിജൻ, ഹൗ ആർ യു? ഫൈൻ. ആനന്ദ്, ഇത് ഹിഷാം. Hello. ഹിഷാം, ആനന്ദ്. ഫിലിം ഫീൽഡിലാണോ? അല്ല. കൊള്ളാവുന്ന ഏതെങ്കിലും ഡയറക്ടേഴ്സിന് അറിയോ? ഇല്ല. പിന്നെന്തിനാ? Second ഒരു കാര്യം. അത് വിട് വിട്, ഇരിക്കിരി. നിനക്കിട്ടൊരു പണി ഉണ്ടടാ ആനന്ദക്കുട്ട. റിലാക്സ് സാര. നീ എന്തിനാ എത്ര ഡെസ്പാവണേ? ഹിഷാം ഇസ് ഓൾറെഡി ഓവർ ഇറ്റ്. നീ മാത്രം എന്താ ഇങ്ങനെ? മോങ്ങായിരിക്കുന്ന പട്ടിയുടെ തല കൊണ്ടൊരു തേങ്ങ ഇട്ടാലോ? നീ കടിക്കോ? നോക്കാം. ആനന്ദേ, നിനക്ക് ഈ അഭിനയിക്കാത്തതിന് കുഴപ്പമില്ലേ? നിനക്കൊരു ഉഗ്രൻ ചാൻസ് ഉണ്ട്. ഏതാ പടം? ലോ ബഡ്ജറ്റോ അതോ ഹൈ ബഡ്ജറ്റോ? ബഡ്ജറ്റ് ഒന്നുമില്ല, ഫ്രീയാ. നീ ആദ്യം കുറച്ച് ജീവിതാനുഭവം പഠിക്കും, അത് കഴിഞ്ഞ് മതി പാടാം. ഓക്കെ? ആ ഇരിക്കുന്ന ആളിനെ കണ്ടോ? ഏതാ ഉഷാന? അവനാണ് ഹിഷാം, നമ്മുടെ സാറയുടെ പഴയ ഡിങ് ടിങ് ടിങ്. നീ അവിടെ പോയിട്ട് സാറയുടെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞൊന്ന് അഭിനയിക്കണം. നിന്റെ അഭിനയിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കൊന്ന് കാണട്ടെ. അത് ശരിയാവില്ലടാ. നീ ഒന്നും മിണ്ടണ്ട. ഒരു കലാകാരനറിയാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. പിന്നല്ലാണ്ട്. ആനന്ദക്കുട്ട, നിങ്ങൾ കണ്ടോ എന്റെ ടാലന്റ്? അതാണ്. എടാ നടാ, നീ ഒരു റിഹേഴ്സൽ കാണിക്ക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം നിന്റെ അഭിനയം എങ്ങനെയുണ്ട്. ആയിക്കോട്ടെ. ഓക്കെ. ഹായ്, ഐ ആം സഞ്ജയ് രാമസ്വാമി. ഒരൊറ്റ ഇടി വെച്ച് തന്നിട്ടല്ലോ. ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്. മര്യാദയ്ക്ക് ചെയ്യടാ. ഹായ്, ഐ ആം സഞ്ജയ് രാമസ്വാമി. നീ ആയിട്ട് തന്നെ അഭിനയിച്ചാ മതി. ഓക്കെ, റിലാക്സ്. ശരി, പോ. എന്റെ ഈശ്വരാ, അങ്ങനെ ഒരു പേർ കൂടെ കമ്മിറ്റ് ആയി. ഇങ്ങനെയൊക്കെ അങ്ങ് പോണു. ഓൾ ദി ബെസ്റ്റ് മാൻ. മീറ്റ് മിസ്റ്റർ ആനന്ദ്. ആനന്ദ്. ആനന്ദ്, ഫൈൻ, താങ്ക് യു. ഓ ശരി.
പിന്നെ ഇയാൾ നമ്മുടെ സാറയുടെ ബോയ് ഫ്രണ്ടാ. ഓ റിയലി? ആ സാറാ വാ. ബേബേ ലോങ് ടൈം നോ സീ. വെരി വെൽ ഡൺ. ഇന്നൊരു പിക്ചറിന് പോകണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? ടിക്കറ്റ് ഒക്കെ റെഡിയാ, നമുക്കൊന്ന് കറങ്ങണ്ടേ? പെണങ്ങല്ലേ, നീ പറഞ്ഞ മാതിരി കോർണർ ടിക്കറ്റാ ബുക്ക് ചെയ്തിരിക്കണേ. സന്തോഷായില്ലേ? ഓ എന്തൊരു പോർണയവൻ. സാറേ സമ്മതിക്കണം, ഇവനെ സഹിക്കാൻ മാത്രം ക്ഷമാശീലയാണോ? എങ്ങനെയാണെങ്കിലും നിന്നെ നഷ്ടപ്പെട്ടതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. Hey Hisham, Hi. what's up? Doing fine. I hope I'm not late. Not at all. Okay, I'll just wait there. Sure, You guys carry sure. on. അളിയ ഇതാ ഞാൻ. വേണ്ട ഒന്നും പറയണ്ട, കാര്യം ചെല്. നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട് ട്ടാ. എന്റെ നായികയാവാൻ പറ്റിയ പെൺകുട്ടി. മനുഷ്യരുടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു നായിക. എന്റെ സാറാമേ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നമ്മള് കരയുമ്പോ നമ്മൾ എത്ര എനർജിയാ വേസ്റ്റ് ആവാന്ന് നിനക്ക് അറിയോ? ദേ കിടക്കണം എന്റെ പൊന്ന് പാറു. പരാലിസിൽ പിടിച്ചേക്കണ ആളിനോട് ജിമ്മിൽ പോണോന്ന് പറയുന്ന ആളാണ്. നമിച്ച് ഒന്ന് പോയടേ. നീ ഓളാടുന്നു. എടി സാറേ എങ്ങനെയുണ്ട്? കൊള്ളാവാ? എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? വെൽഡൻ മച്ചാ. ചുമ്മാതല്ല നിന്നെ സിനിമയിൽ എടുക്കാത്തത്. ഒന്ന് പോകുന്നുണ്ടോ എല്ലാരും? മനുഷ്യരിവിടെ ഒറ്റയ്ക്കിരിക്കാനും സമ്മതിക്കില്ല. എന്റെ സാറാമേ, രാവിലെ നീ ആ മനുവിനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നില്ലേ? ഉപദേശിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അല്ലേ റോയിച്ച? നീ എന്നെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? അയ്യോ, റോയിച്ചിനെ കുറിച്ച് ഞാനങ്ങനെ പറയോ? മതിയുടെ ഓവറാക്കല്ലേ. എന്നാലും അവൾക്ക് തടി ഇച്ചിരി കൂടുതലാ അല്ലേ? എന്റെ ദൈവമേ. അല്ലേ? Hi. Please be seated. Come. You're on time. ഇത് നല്ലതല്ലേ ഈ തീം? എന്താ കഥയില് പുതിയ ട്വിസ്റ്റാ? അതെ, ട്വിസ്റ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് അവന്റെ ജോലി എന്താണെന്നറിയില്ലേ? ഈസ് എ വെഡിങ് പ്ലാനർ. ഓക്കെ, ആ മുന്നിലിരിക്കുന്ന കുട്ടി ആരാന്നറിയോ? അവന്റെ ക്ലൈന്റാ. ആ വന്ന പയ്യൻ ആ പെണ്ണിന്റെ ചെക്കനും. ഓക്കെ, അല്ലാതെ നീയൊക്കെ വിചാരിച്ച പോലുള്ള കാര്യങ്ങള് മനസ്സിലാവടാ. നശിപ്പിച്ച്. അല്ല, സത്യത്തിങ്ങൾ എന്തിനാ ബ്രേക്കപ്പ് ആയേ? എടുക്കടാ പണി ഈ വേസ്റ്റ് ഇവിടെ നടക്ക്. ആ, ഇതൊക്കെ തന്നെയാ കാരണം. അവന് ജീവിക്കാൻ അനുവദിക്കണ്ടേ? One chicken burger, one french fries, and one cola. Sir, I repeat. Yeah. One chicken burger, French chicken fries, burger. and cola. Chicken ഇതിൽ മാത്രം 700 കാലറീസ് ഉള്ളത് നിനക്കറിയോ? വണ്ണം കുറയ്ക്കാനായിട്ട് യു ഷുഡ് അറ്റ്ലീസ്റ്റ് കം അപ് ടു 1500 കാലറീസ് പെർ ഡേ. വെറും സ്നാക്സ് ആയിട്ട് നീ അടിച്ചു കയറ്റുന്നത് 700 കാലറീസ് ആണ്. ഇതല്ലാതെ എത്ര? ഇങ്ങനെ പോയി നിന്റെ വണ്ണം കുറഞ്ഞ തന്നെ. Excuse me. എനിക്കൊരു ഫ്രഞ്ച് ഫ്രൈസും കോളയും മാത്രം മതി. Okay, sir. ഇതിൽ മാത്രം ഏറ്റവും നിസ്സാരമായുള്ള സാധനമാണ് ഫ്രഞ്ച് ഫ്രൈസ്. എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചുണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, മൈ ഗോഡ്, കൊളസ്ട്രോൾ വരാനായിട്ട് വേറെ ഒന്നും വേണ്ട. അത് വേണ്ട. ഏയ്, എനിക്ക് കോള മാത്രം മതി കേട്ടോ. Just cola? Yeah. Okay, sir. പിന്നെ കോള. ഓ, വെറും കുറെ വെള്ളത്തിൽ കുറെ അതെ. പെസ്റ്റിസൈഡ് ഷുഗർ. ഇനി നിങ്ങൾ പറ, എനിക്ക് കഴിക്കാൻ പറ്റിയ എന്തുണ്ട് ഇവിടെ? വിശന്നിട്ട് വയ്യ, പ്ലീസ് പറ.